ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജോവിയൽ ഡ്രീംസ്. അപ്പം നമ്മളിന്നൊരു തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. നമ്മളിന്നൊരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ അതിന് തക്കാളി വേണം. അതിന് തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഈ തക്കാളിയെല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ വെള്ളം ചേർക്കാതാണ് അടച്ചെടുക്കുന്നത്. ഗൈസ്, നമ്മൾ തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഗൈസാണ് നമ്മളിവിടെ ഇരുമ്പേട്ടി എന്ന് വെച്ചാൽ കുഞ്ഞു ചട്ടി അതെടുത്തിട്ട് നമ്മൾ സ്റ്റൗവൊക്കെ ഓണാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കൂടെ ഇത്തിരി മുളകും, ഇത്തിരി മുളകാണ്. ഇനി കുറച്ച് കുഞ്ഞായിട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടികളെല്ലാം ചേർക്കും. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇത്തിരി മുളക് പൊടി, കായം, ഉപ്പ്, ഗരം മസാല, അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇതാണ് നമുക്ക് നമ്മുടെ മിക്സർ ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ തക്കാളിയുടെ ഇതും അതേപോലെ തക്കാളിയുടെ ഈ ഒരു സോസ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതും നമ്മുടെ പൊടികളുടെ ഈ എണ്ണയ്ക്കകത്ത് നമ്മൾ ഇട്ട് വെച്ചിരുന്ന പൊടികളൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെ നമ്മളിത് ഇട്ടിട്ട് നല്ലോണം ഇളക്കണേ. പിന്നെ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വരുവാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് കറി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ടേസ്റ്റാണ് കണ്ടോ, കണ്ടാൽ നല്ല രസവും ടേസ്റ്റും നല്ലതുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.